ഇക്ബാലിലേക്ക് വീണ്ടും പോയാൽ ഇക്ബാൽ അതാണ് ഈ കുട്ടികൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പോലും ഇങ്ങനെയല്ലല്ലോ കുട്ടികളെ തിരുത്തേണ്ടത്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്, ആർക്കാണ് അറിയാത്തത്? അവരെ തീർത്തും അപമാനിക്കുന്ന രീതി, പ്രത്യേകിച്ച് ഒരു അനുമോദന ചടങ്ങിലാണെന്ന് ഓർക്കണം. അതിന്റെ അനൗചിത്യം കൂടിയുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഇപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ പോലും. മാത്രമല്ല ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ചെവിയിൽ നുള്ളുന്നുണ്ട്, തനിക്കിത് അറിയില്ലേ എഴുതാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും, അതായത് ഈ വിദ്യാർത്ഥികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഈ ഹിന്ദിയിൽ എഴുതാൻ ആവശ്യപ്പെടുന്നു. പിന്നാലെ വിദ്യാർത്ഥികൾ പിഴവ് വരുത്തിയപ്പോൾ അക്ഷരങ്ങൾ അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കെ ടി ജലീൽ തുടങ്ങുന്നത്. ഇതിൽ തന്നെ ചില വിദ്യാർത്ഥികൾ ആ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് തെറ്റിതിരുത്തുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായും പറയുന്ന പ്രശ്നമായി MSF ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിരവധി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ തെറ്റിതിരുത്തി നൽകിയത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും. കാരണം അവരുടെ സഹപാഠികൾക്ക്, അതുപോലെ തന്നെ അധ്യാപകർക്കും, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കെല്ലാം മുന്നിൽ വെച്ച് ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ ഈ നടപടി ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ ഈ വിഷയത്തിൽ മാപ്പ് പറയണം, നടപടി സ്വീകരിക്കണം കെ ടി ജലീലിനെതിരെ എന്നുള്ളതായിരുന്നു MSFന്റെ ആവശ്യം. ആ ആവശ്യം ഉൾപ്പെടെ വെച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു അതിവേഗ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കെ ടി ജലീലിനെതിരെ സ്വമേധയാ നിലവിൽ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു. മറ്റു നടപടികൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം എന്നുള്ളതാണ് നിലവിൽ ബാലാവകാശ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സോണൽ, ഇതിലിപ്പോൾ കെ ടി ജലീലിന്റെ പ്രതികരണം നമ്മൾ വായിക്കുകയായിരുന്നു. തമാശയിലൂടെ ദേഷ്യപ്പെട്ടു, ചിരിച്ചു, ചിരിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികളുടെ കഴിവുകൾക്കൊപ്പം കുറവുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. കുറവുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് ഇത്രയധികം വിദ്യാഭ്യാസമുള്ള, ഇത്രയധികം പണ്ഡിതനായ മുൻ മന്ത്രിയായ കെ ടി ജലീലിന് ഇനിയും മനസ്സിലായിട്ടില്ലേ? മാത്രമല്ല പാലക്കാട് നടന്നതിന് MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി പരാതിപ്പെട്ടതിന്റെ ഔചിത്യം എന്താണ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിലെ അനൗചിത്യം പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. സോണ, തീർച്ചയായിട്ടും വിനിത, ഈ സംഭവത്തിൽ നിരവധി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായതിനു ശേഷം അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നേരിട്ട് പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് താൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഏറെക്കാലം അധ്യാപകനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ്. അന്നൊന്നും തന്നെ ഒരു കുട്ടിയെ പോലും ശിക്ഷിക്കാൻ താൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റിന് താഴെ കമന്റായി രേഖപ്പെടുത്താമെന്നുൾപ്പെടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. ഏതൊരു പൊതുവേദിയിലും വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തകൻ എന്ന രീതിയിലല്ല, ഒരു അധ്യാപകൻ എന്ന രീതിയിലാണ് ചോദിച്ചും പറഞ്ഞും അധ്യാപകരുമായും അതോടൊപ്പം കുട്ടികളുമായും രക്ഷിതാക്കളുമായും ഒക്കെ സംസാരിക്കാറുള്ളത്. മണ്ണാർക്കാടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു കുട്ടിയെയും ശിക്ഷിച്ചതായി താൻ ഓർക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് മറിച്ചൊരു അനുഭവം ഉണ്ടായാൽ അത് കൃത്യമായി രേഖപ്പെടുത്താമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പാലക്കാട് ജില്ലയിൽ നടന്നൊരു സംഭവത്തിന് MSFന്റെ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ എന്തിന് പരാതി കൊടുക്കുന്നു എന്നൊരു കാര്യം ഉൾപ്പെടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. വിനീത, ശരി. സോണൽ കൃഷിയാണ് ചേരുന്നത്. സാർ, താങ്കൾ തമാശയിലൂടെ തിരുത്താൻ ശ്രമിച്ചതാകാം, പക്ഷെ അത് ആ രീതിയിലാണോ വന്നത് എന്ന് കൂടി പരിശോധിക്കണം.